ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് വിത്ത് ലവ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അഭിഷൻ ജീവിന്ദ്, അനുഷിത രാജൻ, കാവ്യ അനിൽ. അവരിപ്പോൾ നമ്മുടെ വിജയകാന്റിൻ്റെ ഒരു പടത്തിൽ ഒരു പ്രധാനം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെയാണ് നമുക്കറിയാവുന്നത്. കാസ്റ്റ് വൈസ് ഡയറക്റ്റഡ് ബൈ മദൻ. അതിൽ റിട്ടേൺ ചെയ്തിരിക്കുന്നത് റൈറ്റ് ചെയ്തിരിക്കുന്ന എടി. പിന്നെ ഇതിൻ്റെ ആരുടെ എഡർ രാജ് കമൽ ആരാന്ന ഏതോ പടത്തിൽ ഈ ആരവിടെ കണ്ട മാറ്റി തോന്നി ആരുടെ മറന്നു കേട്ടെ. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസ്ഡ് ബൈ സൗന്ദര്യ രജനീകാന്ത്, മീൻസ് ധനുഷിൻ്റെ ഭാര്യ ഇല്ലേ അവർ. ദിവസമായി പോയെന്നാണ് കേട്ടത് അറിഞ്ഞോടെ. നിങ്ങളോട്ട് പിന്നെ പടത്തിൻ്റെ മ്യൂസിക് സീൻ റോൾഡൻ ആണ്. അങ്ങനെയാണ് മറ്റേ ലബ്ബർ പന്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് പടം, പിന്നെ മറ്റേ പരാശക്തിയിൽ അടിയലയേ മറ്റൊരു ആ പാട്ട് പാടിയത് മേൽ വോയിസ് പാടിയത് ഭയങ്കര അങ്ങനെ ഒരുപാട് നല്ലത് ഉണ്ട്. ഇത്രയാണ് എനിക്ക് സിനിമയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പാട്ട് എങ്ങനെ ചോദിച്ചാൽ awesome. I loved this movie. ഫസ്റ്റ് ഹൈലി പോസിറ്റീവ്സ് പറയാം. അഭിഷൻ ജീവിതത്തിനോട് അങ്ങനെ ക്യാരക്ടർ എങ്ങനെയാണ് അതൊന്നും അത്യാവശ്യം അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മീൻസ് അങ്ങനെ ക്യാരക്ടർ അത്യാവശ്യം നൈസായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങേരെ കുറിച്ച് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുണ്ട് ശശികുമാറിൻ്റെ. അത് പറഞ്ഞപ്പോഴാട്ടെ ഞാൻ വേറൊരു കാര്യം എടുത്ത് പതുക്കെ പറയാം കേട്ടോ. അത് പോസിറ്റീവ്. ശിവകുമാറിൻ്റെ ഒരു പടമുണ്ട്, അതിൻ്റെ ഡയറക്ടറാണ് ഇങ്ങനെ. അയാളുടെ ഫസ്റ്റ് നായകനായിട്ട് അഭിനയിക്കുന്ന പടമാണ്. എന്തായാലും അടുത്ത പ്രദീപ് രംഗനാഥൻ എന്നുള്ളൊരു പ്രദീപ് രംഗനാഥൻ അവനുള്ള എല്ലാ ചാൻസും ഇങ്ങേർക്കുണ്ട്. ഇതിലാവട്ടെ, ഇനിയും സിനിമ അഭിനയിക്കട്ടെ. അഭിനയിക്കാതിരിക്കണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. അത്യാവശ്യം മര്യാദയ്ക്ക് അഭിനയിക്കുക. ഇതിൽ അഭിനയിച്ച കണക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ മാത്രം 100 കോടി അടിക്കുന്നു. തുടർച്ചയായിട്ടൊക്കെ 100 കോടി അടിച്ച് കാണിക്കുകയാണ്. അത് ഹൈപ്പ് വേണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് പടങ്ങൾ അവർ ഹൈപ്പ് കൊടുത്തിട്ട് പൊട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ പറയാം. ഇപ്പോൾ ഇവിടെ മീൻ പാർട്ട് 2 ഒക്കെ പൊട്ടിയപ്പോൾ ഞാൻ കട്ടക്ക് കരഞ്ഞിട്ടുണ്ട്. എന്തിനാട്ടെ. പക്ഷേ നല്ല സിനിമകളായിരുന്നു. അവിടെ എങ്ങനെയാണ് അവർക്കൊക്കെ പൊട്ടിക്കാൻ തോന്നുന്നു? നിങ്ങൾക്ക് എങ്ങനെ പൊട്ടിക്കാൻ തോന്നി എനിക്ക് ഞാൻ പറയണില്ല. മലയാളം ലോജിക്ക് നോക്കിയിട്ട് കാണുന്നവരാണ്. ഞാനൊരു മലയാളിയാണ്. പക്ഷെ എന്നാലും അങ്ങനെ പുച്ഛിക്കാമെന്ന് ചോദിച്ചാൽ പാടില്ലെന്നറിയാം. എന്നാലും അതങ്ങനെ ചെയ്യുന്ന തെറ്റില്ലേ. ബിക്കോസ് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസാണ്. അതിനോ അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് എന്തിനാ ഒരു റിയാലിറ്റിയും ലോജിക്കും ഗ്രാവിറ്റിയൊക്കെ നോക്കുന്നത് എനിക്ക് ഇതുവരെയായിട്ടൊരു പിടിയും കിട്ടിയിട്ടില്ല. പ്ലീസ് അതൊന്നും നോക്കാതിരിക്കൂ പ്ലീസ്. ഒരു പടത്ത് പോലും നോക്കല്ലേ മനുഷ്യനടുത്തിട്ട്. അത് മലയാളി മീൻസ് ഹോൾ ഇന്ത്യൻ ഓഡിയൻസിൻ്റെ അടുത്താണ് ഞാൻ പറയാം, വേൾഡിലുള്ളവരുടെ അടുത്ത്. ഇതെൻ്റെ റിക്വസ്റ്റാണ്, വേറെ വിചാരിക്കരുത്. ഇനി അടുത്ത ഹൈലി പോസിറ്റീവ് അനുഷിത രാജൻ പൊളിച്ച്. ഞാൻ ഞാൻ മലയാള പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതര ഭാഷ പടം ഞാൻ ആകെ കണ്ടിട്ട് തഗ്സ് എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിൽ ബോബി സിനിമയൊക്കെ ഉണ്ട് കേട്ടോ. ആ പടം എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം അതിൻ്റെ സ്റ്റോറി ലൈൻ എന്നെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മറ്റേതിൻ്റെ സ്വാതന്ത്ര്യ രാത്രി ഇരുന്ന സിനിമയുടെ സ്റ്റോറിയായിട്ട് ചെറുതായിട്ട് സിങ്ക് ചെയ്തിരുന്നു. പിന്നെ ആ സിനിമ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് അതിൽ വിനായകൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അത് മാത്രമേ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ സ്റ്റോറി ലൈൻ മാത്രമേ തോന്നിയത് കൊണ്ട് ആ സിനിമ ഒട്ടും പിടിച്ചില്ല. അതായത് സത്യവും നിങ്ങൾക്ക് ആ സിനിമ പിടിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാലും കംബാക്ക് എന്നോ ഷീഡണ്ണ കംബാക്ക്. പിന്നെ അവരുടെ ചില പടങ്ങൾ ഞാൻ കാണാത്തതുകൊണ്ട് പിന്നെ ചിത്രം ഞാൻ കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ റിവ്യൂ പറയാതെ. പിന്നെ ആ സിനിമയുടെ പടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് നാൾ. മറ്റേ കാസർഗോഡ് കഴിഞ്ഞിട്ട് ആഡിയോ സമയമൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാണെങ്കിൽ എനിക്ക് പിടിച്ചിട്ടില്ല, ഒരു ആവറേജ് ആയിരുന്നു.
അതെന്താ കേട്ടോ. ഇനി അടുത്ത ഹൈലി പോസിറ്റീവ് ക്യാമിയോസ്. പറയാൻ മറന്നു പോയതാണ്, സോറി. കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ മറന്നു പോയതാണ്. ഒന്നുമില്ലടാ, നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലിയിലെ നായകൻ ക്യാരക്ടർ, ഐ മീൻ ശശികുമാറിൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ക്യാമിയോ ഉണ്ട്. അങ്ങേരുടെ അങ്ങേർക്കൊരു ചെറിയ മീൻസ് ഒരു ഇളയ മാനയുള്ളതായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആ ചെറുക്കൻ്റെ പേരെന്ത് കമ്പലേഷൻ എന്തോ ആണ്. ആ ചെറുക്കനും സിനിമയിൽ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. പൊളി ക്യാമിയോസ്. അതൊരു മിനിറ്റേ ഉള്ളൂ ക്യാമിയോ എങ്കിൽ പോലും പൊളിച്ചടുക്കിയിട്ടുണ്ട് അവർ. ദേ ഹാവ് ഡൺ എ ഗുഡ് പർപ്പസ്. പിന്നെ മ്യൂസിക് ആൻഡ് ബീജിയം അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഇതിൻ്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ് കാട്ടിങ്ങനെ അങ്ങ് ചിരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ മീൻസ് അത്ര നേരം ഒരു യുണീക്ക് റോങ് കോം, കുറച്ച് സീരിയസും കുറച്ച് കോമഡിയും അങ്ങനെയായിരുന്നു പോയത്. ബട്ട് ഇത് കട്ട കോമഡിയാണ്. പിന്നെയുള്ള അവസാനത്തെ ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഫുള്ള് കോമഡിയാണ്. മീൻസ് എന്താണെന്ന് വെച്ചാൽ സിനിമ കുറച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം ഞാൻ ചിരിച്ച്, കാരണം ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതിൽ യുവൻ ശങ്കർ രാജ പാടിയൊരു പാട്ടുണ്ട്, എൻ്റെ മോനെ. അങ്ങേറെ പഴയ പാട്ടുകളൊക്കെ, ഇപ്പോൾ അങ്ങേറെ പഴയ പാട്ടുകളെന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മീൻസ് എനിക്ക് ഓർമ്മ വരണ പയ്യൊക്കെയാണ്. പയ്യ സിനിമയിലെ പാട്ടുകളൊക്കെയാണ്. പ്രത്യേകിച്ച് മറ്റേ തുള്ളി 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 മഴയായി വന്നാലേ ആ പാട്ടും, പിന്നെ അട മഴ അട സിറിച്ച മഴടാ ആ പാട്ടൊക്കെയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരാറ്. ആ സിനിമയിൽ ഒട്ടുമിക്ക ആകുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. പിന്നെ പയ്യാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യുവൻ ശങ്കർ മ്യൂസിക് ചെയ്ത പടങ്ങളിൽ. പിന്നെ മറ്റേ ബില്ലേലൊരു ഒരു സാധനമാണ്, ആ പാട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബട്ട് അത് ബില്ല 2 എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ ബില്ലിയ സിനിമയിലെ പാട്ടായിരുന്നു. അങ്ങനെ ഓർമ്മയുണ്ട്. മറ്റേ അജിത്തിൻ്റെ അതും അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ മറ്റേ മങ്കാട്ടയിൽ എവിടെയാണ് മങ്കാട്ട, പിന്നെ വേറെ തന്നെ അതൊക്കെ ആ ഒരു യുവൻ ശങ്കർ രാജനെ കട്ടയ്ക്ക് അങ്ങ് ഓർത്തുപോയി ഞാനൊക്കെ ആ ഒരു പാട്ട് കേട്ടപ്പോൾ. പിന്നെ പടത്തിലെ ബീജിയും മ്യൂസിക്കും സൂപ്പർ സീനുള്ള ഹാൻഡ്സ് ഓഫ്. എന്തായാലും ഈ വർഷത്തെ ബെസ്റ്റ് മൂവിയായിട്ടുള്ള ഇത് ഞാൻ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞിട്ട് എന്തായാലും മനഃശങ്കര പ്രസാദ് കാര്യം തന്നെയാണ്, അത് വേറെ കാര്യം. എന്തായാലും ഐ ലവ് ദിസ് മൂവി. പിന്നെ ഒരു ഹൈലി പോസിറ്റീവ് ഉണ്ട്, സിനിമാറ്റോഗ്രഫി. അതാരെ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ, സൂപ്പർ. ഇനി ബാക്കിയെല്ലാം പോസിറ്റീവ്സാണ്. ഇപ്പോൾ ഇതിൽ സരവണൻ എന്ന് പറയുന്നൊരു ആൾ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയായിട്ട് അറിയില്ല. ബട്ട് വേറെ ക്യാരക്ടർ ഇത് വെച്ചായിരുന്നു. പിന്നെ കാവ്യാനൊരു കുഴപ്പമില്ല, ഒരു അബവ് ആവറേജ് ക്യാരക്ടർ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അബവ് ആവറേജ് ആയിട്ട് ഇത് 7/10 കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആർട്ട് ഒരു പോസിറ്റീവ് മാത്രമായിട്ട് കലാശിക്കുന്നു. പിന്നെ നെഗറ്റീവ്സ് ഒന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും എനിക്ക് പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്ത സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ സൂപ്പർ. പ്രൊഡ്യൂസ് ചെയ്ത സൗന്ദര്യ രജനീകാന്തിനും ഒരു ഹാൻഡ്സ് ഓഫ്. സിനിമ ഫ്ലോപ്പാണ് ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും സൂപ്പർ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്. പിന്നെ ഇരുട്ടത്തിരിക്കുന്നത് ഒരു വെറൈറ്റിക്ക് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കുന്നത്. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.